ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ആലോചിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ അവരെ കൊണ്ടുപോയി. അന്ന് ഞാൻ അവസാനമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ചമ്പക്കര മാർക്കറ്റിൽ മീൻ വെട്ടുന്ന പരിപാടിയാണ്. ഇതിനിടയിൽ മദ്യപാനം വീണ്ടും കയറാൻ തുടങ്ങി. ഈ പറഞ്ഞ പോലെ എങ്ങും എത്തള്ള 30 വയസ്സ് കഴിഞ്ഞു, പേടി തുടങ്ങി. കലാകാരനാവാനുള്ള സാധ്യത യൂണിവേഴ്സലായി തന്നതുപോലെ തന്നെ ഒരു കലാപകാരിയാവാനുള്ള സാധ്യതയും പാരലി എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ മണികണ്ഠൻ, ഇപ്പോൾ മണികണ്ഠൻ ആർ ആചാരി എന്ന് അറിയപ്പെടുന്ന സിനിമാ താരം. എൻ്റെ ഒരു തുടക്കം നാടകം തന്നെയാണ്. അതിനു മുമ്പ് കലയുമായിട്ട് എന്ത് ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുഞ്ഞായിരിക്കുമ്പോൾ ഈ എന്താ പറയുക, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരാളായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ വളർന്ന് മിമിക്രി എന്ന് പറയുന്നൊരു പേരിലേക്ക് എൻ്റെ ആ കഴിവുകൾ കൊണ്ടുവരാൻ ശ്രമിച്ചു. കിരീടം സിനിമയിൽ ലാൽ സാറിൻ്റെയും കീരിക്കാടൻ ജോസിൻ്റെയും ശബ്ദവും അല്ലെങ്കിൽ ആ രൂപം ഒന്നുമില്ല, പക്ഷേ ആ ഡയലോഗൊക്കെ പഠിച്ച് കൃത്യമായി പറയുമായിരുന്നു. കമ്മീഷണറിലെ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ ഡയലോഗ്, വലിയൊരു നീളമുള്ളൊരു ഡയലോഗ്, ഒറ്റ ശ്വാസത്തിൽ ആ ചെറിയ പയ്യൻ പറയുമ്പോഴുള്ള കൗതുകം എന്നെ നാട്ടുകാർ വളരെയധികം ആസ്വദിച്ചിട്ടുണ്ട്. അതെനിക്ക് പ്രോത്സാഹനങ്ങൾ തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ പതുക്കെ കലാകാരനാണ്, അല്ലെങ്കിൽ കലയാണ് എൻ്റെ മേഖല എന്നുള്ളൊരു തോന്നലൊക്കെ വന്നു തുടങ്ങിയിരുന്നു. പിന്നെ അവിടുന്ന് നാടകം എന്ന് പറയുന്ന ഒരു വിശാലമായ ഇടത്ത് എത്തിച്ചേർന്നു. ബാസബേരി എന്ന് പറയുന്നൊരു സംഘമാണ് അതിന് വഴിയൊരുക്കിയത്. എൻ്റെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ് ബാസബേരിയുടെ ക്യാമ്പുള്ളത്. പോകുമ്പോഴും വരുമ്പോഴും ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് അവിടെ നിന്ന് ഒന്ന് ഒബ്സർവ് ചെയ്യുക, അല്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കാണുക, ആസ്വദിക്കുക എന്ന് പറയുന്നത് എൻ്റെ നിത്യം ഒരു ദിവസത്തെ പരിപാടികളിൽ ഒന്നായിരുന്നു. അങ്ങനെ പുറത്ത് നിന്ന് എനിക്ക് അകത്ത് കയറണമെന്ന്, അകത്തിരുന്ന് കാണണമെന്നുള്ള ആഗ്രഹം വന്നു. അങ്ങനെ അകത്ത് കയറാനുള്ള അവസരം കിട്ടി. അങ്ങനെ അകത്തിരുന്നു. പിന്നെ അതിനും അകത്തേക്ക് കയറണമെന്നുള്ളൊരാഗ്രഹം വന്നു. അതായത് നാടകത്തിൻ്റെ അകത്തേക്ക് കയറണമെന്നുള്ള ആഗ്രഹം വന്നു. അങ്ങനെ കുട്ടികളുടെ നാടകങ്ങൾ വന്നപ്പോൾ കോറസ് കളിച്ചും അങ്ങനെ നാടകക്കാരനായിക്കൊണ്ട് മുന്നോട്ട് അങ്ങനെ പോയി. ഒരു 6ാം ക്ലാസ് വിദ്യാഭ്യാസമാണ് എനിക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. RLV സ്കൂളിലാണ്. ഞാൻ ആകെ 2 സ്കൂളിൽ പഠിച്ചിട്ടുള്ളൂ. ഒന്ന് തൃപ്പൂണിത്തുറ ഗേൾസ് ഹൈസ്കൂളിൽ, 1ാം ക്ലാസ്സും 2ാം ക്ലാസ്സും. അവിടെ നിന്ന് 2ാം ക്ലാസ്സിൽ വെച്ചിട്ട് ഒരു ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടായിട്ട് TC വാങ്ങി RLV സ്കൂളിൽ വന്ന് ചേർന്നുള്ള. ആ കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് ഒരു പാദസരം ഒരു കുട്ടിയുടെ കാണാണ്ട് പോയി. അപ്പോൾ എനിക്കതിന് മുമ്പ് കുറച്ച് പേരുകളുണ്ട്. ഞാൻ ഈ ഊണിന് ബെല്ലടിക്കുന്നതിന് മുമ്പ് എല്ലാവരുടെയും ചോറും പാത്രം തുറന്നിട്ട് അതിൽ നിന്ന് മുട്ട ഓംപ്ലേറ്റും നല്ല സാധനങ്ങളൊക്കെ. അപ്പോൾ ഒരു മോഷ്ടാവിൻ്റെ സാധ്യതയുള്ള ഒരു കുട്ടി ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ പാദസരം കാണാതെ പോയപ്പോൾ സ്വാഭാവികമായിട്ട് ഞാനാണെന്നുള്ളൊരു തോന്നലൊക്കെ വന്നു. അപ്പോൾ അങ്ങനെ ആരോപണം ചെറുതായിട്ട് വന്നപ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അവിടെ ഇനി പഠിപ്പിക്കണ്ട എന്നുള്ള തീരുമാനത്തിൽ TC വാങ്ങി RLV സ്കൂളിലേക്ക് വന്നു. പക്ഷേ എനിക്കന്ന് പണമോ സ്വർണമോ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. എനിക്ക് സ്വാദുള്ള ഭക്ഷണത്തിനോടും അങ്ങനെയുള്ള കൊതികളും ആർത്തികളൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുഞ്ഞു കളവുകളൊക്കെ കുഞ്ഞുനാളിലുണ്ടായിരുന്നു. അപ്പോൾ നടൻ്റെ ഒരു ലക്ഷണം അപ്പം മുതലുണ്ടായിരുന്നു. ചെറിയ നുണ പറയുക, ചെറിയ ഇങ്ങനത്തെ തീറ്റ സാധനങ്ങൾ മോഷ്ടിക്കുക. അങ്ങനെ RLV സ്കൂളിൽ വന്നു. RLV സ്കൂളിൽ എനിക്ക് എൻ്റെ കലാകാരനെ പറ്റിയ ഒരു വളമുള്ള സ്കൂളായിരുന്നു. പഠിക്കുന്ന കാര്യത്തിൽ മാത്രമേ അവർക്കൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിലും ഒരുപാട് ഇഷ്ടമുള്ളൊരു സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിലല്ല, ഒരു മകൻ എന്നുള്ള രീതിയിലാണ് അവരെല്ലാവരും കണ്ടിട്ടുള്ളത്. ആർട്ടിസ്റ്റ് വളരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുള്ളൊരു സ്കൂളാണ് RLV സ്കൂൾ. സ്വർണ്ണപ്പണിയാണ് ഞങ്ങളുടെ കുലത്തൊഴിൽ. അപ്പോൾ വീട്ടിൽ സ്വർണ്ണപ്പണി ഉണ്ട്. നമ്മൾ ജനിച്ച് വീഴുന്നത് തന്നെ സ്വർണ്ണക്കരണ്ടിയുമായിട്ടാണ് എന്ന് പറയുമല്ലോ. സ്വർണ്ണക്കരണ്ടിയായിട്ട് തന്നെയാണ് ജനിച്ചു വീണത്, സ്വർണ്ണത്തിലേക്ക് തന്നെയാണ് ജനിച്ചു വീണത്. പക്ഷെ അത് അവനവൻ്റെ അല്ല എന്നുള്ളത് മാത്രമാണ്. കാണാനും തൊടാനും മാത്രമുള്ള അവകാശമുള്ള ഒരു കുടുംബക്കാരായിരുന്നു. അത് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഒരു തരി സ്വർണം ഇടാനുള്ള നിവൃത്തിയില്ലാത്ത ആളുകളായിരുന്നു. അപ്പം എങ്കിലും കുലത്തൊഴിൽ സ്വർണ്ണപ്പണിയായിരുന്നു. അപ്പോൾ ഈ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ വെക്കേഷനൊക്കെ
അമ്മാവൻ്റെ കൂടെയൊക്കെ ഇന്ന് പണിക്ക് പോവുകയും അങ്ങനെയൊക്കെ ഉള്ളൊരു ട്രാവലിംഗ് നടക്കാറുണ്ടായിരുന്നു. ഈ 6ാം ക്ലാസ്സിൽ വെച്ച് പഠിപ്പ് മടുത്തു. കാരണം 6 വരെ പഠിക്കാനായിട്ട് 6 കൊല്ലം മതി സാധാരണ ജയിച്ച് പോവുകയാണെങ്കിൽ. പക്ഷെ ഞാൻ അതിന് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ട വന്നു. 6 വരെ എത്താൻ തന്നെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തുകൊണ്ട് ഇനി മുമ്പോട്ട് ഒരു 10 വരെയൊക്കെ എത്തുമ്പോൾ എനിക്ക് 10-25 വയസ്സാവും എന്നുള്ളൊരു തോന്നൽ സ്വയം തോന്നിയപ്പോൾ ഞാനത് പതുക്കെ ബ്രേക്ക് ചെയ്തിട്ട് പിന്നീട് സ്വർണ്ണപ്പണി തന്നെയാണ് പോയത്. പക്ഷെ സ്വർണ്ണപ്പണി പഠിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല. ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്ത് ഇങ്ങനെ പോകുന്നല്ലാതെ ഒരു സ്വർണ്ണപ്പണിക്കാരനാവാൻ പറ്റണില്ല. എന്ത് ചെയ്തിട്ടും തലയിലേക്ക് കയറുന്നില്ല, ക്ഷമിച്ചിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് ചാടി പിന്നെ പല പല തൊഴിലുകൾക്ക് പോയി. പിന്നെ എൻ്റെ രീതികളൊക്കെ മാറി. ഞാൻ പതുക്കെ യുവാവാൻ തുടങ്ങി. അപ്പോൾ ഈ ദുശ്ശീലങ്ങളിലേക്ക് എനിക്ക് സാധ്യത ചെറുപ്പം മുതലുണ്ട്. കാരണം എൻ്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് എൻ്റെ വല്യച്ഛനാണ്. കുഞ്ഞനാചാരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് തിരുത്തിയെടുക്കാനുള്ള, അതായത് എനിക്ക് വേണ്ടത് എന്താണ് എന്ന് അനലൈസ് ചെയ്തിട്ട് അത് മാത്രം എടുക്കുക എന്ന് പറയുന്നൊരു ബോധം ഉണ്ടായിരുന്നില്ല. കുഞ്ഞുനാൾ മുതൽ പുകവലിയും അല്ലെങ്കിൽ ഈ മദ്യപാനത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യത, കലാകാരനാവാനുള്ള സാധ്യത യൂണിവേഴ്സലായി തന്നതുപോലെ തന്നെ ഒരു കലാപകാരിയാവാനുള്ള സാധ്യതയും പാരലി എനിക്ക് ഉണ്ടായിരുന്നു. നിനക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം എന്നുള്ള രീതിയിലാണ് എൻ്റെ ലൈഫ് പോയിരുന്നത്. അപ്പം ഞാൻ കൂടുതലും നെഗറ്റീവിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അതായത് എനിക്ക് അത്തരം സൗഹൃദങ്ങളിൽ പോയിട്ട് ഈ കല്യാണ തലേന്ന് പോയി കള്ളുകുടിച്ച് പാട്ട് പാടലും അവിടെ കിട്ടുന്ന കയ്യടിയും അതിലിങ്ങനെ ഹരം കൊണ്ട് പോവുക. പിന്നീട് കലാകാരനാണെന്നുള്ള പേരിൽ ഇങ്ങനെ നടക്കുക എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ വീട്ടുകാരുടെ സപ്പോർട്ടുകൾ കുറഞ്ഞു. എല്ലാവർക്കും പതുക്കെ ഇഷ്ടം മാത്രം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇഷ്ടക്കേടുകളും വന്നു തുടങ്ങി. എന്നെ ഇഷ്ടമല്ലാത്തവരും വന്നു തുടങ്ങി. കാരണം എന്ന് വെച്ചാൽ എൻ്റെ പ്രവർത്തികൾ മാറി, എൻ്റെ രീതികൾ മാറി. ഞാൻ പതുക്കെ സ്ഥിരം മദ്യപാനിയായി തുടങ്ങി. നാടകക്കാരൻ എന്നുള്ള പേരിൽ ഇങ്ങനെ ഉഴപ്പി നടക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി മാത്രമായി. നാടകങ്ങളും ചെയ്യുന്നില്ല, നാടകങ്ങൾ കാണുന്നുമില്ല, വായിക്കുന്നില്ല. എന്നാൽ താടിയും മുടിയൊക്കെ വളർത്തി ആരെയൊക്കെയോ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് എൻ്റെ ആശാന്മാർ പറഞ്ഞിട്ടുള്ള കുറേ കഥകളൊക്കെ കേട്ട് ഇൻസ്പയർ ആയിട്ട് അതേപോലെ ആകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. പക്ഷേ ജീവിതം കയ്യിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടിൽ ആർക്കും താല്പര്യമില്ലാതെ, കാരണം മദ്യവെച്ചിട്ട് എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ജോലിയും അല്ലെങ്കിൽ അങ്ങനെ സെറ്റിലായി. 20 വയസ്സിന് ശേഷം പിന്നെ ഈ ആസ്വാദനം കഴിഞ്ഞു. മദ്യവെച്ച് നടക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പണിക്ക് പോകാതെ നടക്കുന്നതിൻ്റെ ആസ്വാദനം എനിക്കും കിട്ടാതെ ആയി തുടങ്ങി. പിന്നീട് എവിടെയും ഒരു സ്ഥലത്തും പോകാൻ പറ്റണില്ല. കയ്യിൽ കാശില്ലാതെ വരിക. മദ്യം കഴിക്കാനാണെങ്കിൽ പോലും കാശില്ലാതെ വരിക. അപ്പോൾ ഒരാളോട് ചോദിക്കേണ്ട അവസ്ഥ വരിക. അങ്ങനെ ഒരു ഇരന്നുകുടിക്കാരനിലേക്ക് വരെ വളരെ പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ താഴ്ന്നു കഴിഞ്ഞു. അപ്പോൾ പല ഘട്ടങ്ങളിലും എൻ്റെ അമ്മയും എൻ്റെ വീട്ടുകാരും വരെ വിചാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വിചാരിച്ചിട്ടുണ്ടാകണം, ഇനി നന്നാക്കാൻ പറ്റില്ല, ഇതിനി എന്താ പറയുക, ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ആലോചിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ അവരെ കൊണ്ടുപോയി. കാരണം എൻ്റെ ടോർച്ചറിങ് മുഴുവനും വീട്ടിലായിരുന്നു, എൻ്റെ അമ്മയെയും സഹോദരങ്ങളെയും. എനിക്ക് കലയിലൊന്നും ആവാൻ കഴിയുന്നില്ലാത്തതിൻ്റെ കാരണം ഞാൻ ജനിച്ച വീടും എൻ്റെ നിറവും എൻ്റെ ജാതിയുമൊക്കെയാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയിലാണ് ഞാൻ മദ്യപിക്കുമ്പോഴൊക്കെ എനിക്ക് ഈ കോംപ്ലക്സുകൾ വരിക. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ ഞാൻ തിരിച്ചറിയുന്ന സ്ഥലത്ത് ഞാൻ വിജയിക്കാൻ തുടങ്ങി. കാരണം ഞാൻ നാടകക്കാരനാണ്. ഞാൻ ഒരു ദിവസം എന്നോട് ചോദിച്ച കുറേ ചോദ്യങ്ങളാണ് ഇന്ന് എന്നെ ഇവിടെ കൊണ്ടു നിർത്തുന്നത്. ഞാൻ നാടകക്കാരനാണ്. ഞാൻ എത്ര നാടകം കളിച്ചു? വളരെ വിരലിലെണ്ണാവുന്ന നാടകങ്ങളിലേ ഞാൻ പങ്കെടുത്തിട്ടുള്ളൂ. ആ കഥാപാത്രങ്ങളെ അല്ലാതെ എനിക്ക് വേറെ ഒരു അന്വേഷണവും നടന്നിട്ടില്ല. ഞാൻ പുസ്തകങ്ങൾ വായിക്കുകയോ കുറേ സംവിധായകരുടെ അടുത്തേക്ക് പോയി അന്വേഷിക്കുക. അപ്പോൾ നടനാവാണോ, എന്താണ് എൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ എനിക്കൊരു കൃത്യമായ ലക്ഷ്യമില്ല. സിനിമയിലെത്താനാണോ? അങ്ങനെ സിനിമയിലെത്താനായിട്ടുള്ള വേണ്ട ഒരു പണിയും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ എഴുത്തുകാരനാവാനാണോ? എഴുത്തുകാരനാവാനാണെങ്കിൽ അടിസ്ഥാനപരമായ എഴുത്ത് വായന എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസം പോലും ഇല്ല. അപ്പോൾ
എന്തെങ്കിലും ആവണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ അതിനു വേണ്ടി ശ്രമിക്കണം. അതില്ലാതെ നമ്മൾ ഇതിൻ്റെ പേരിൽ ഒരു കുപ്പായം അണിഞ്ഞിട്ട് ആളുകളെ, സമൂഹത്തിനെയും കുടുംബത്തിനെയും അവനവനെയും പറ്റിച്ച് ജീവിക്കുകയായിരുന്നു എന്ന് സ്വയം തോന്നിയ ആ നിമിഷമാണ് എൻ്റെ വിജയത്തിൻ്റെ ആദ്യത്തെ. ഞാനിപ്പോൾ കംപ്ലീറ്റ് വിജയിച്ച ഒരാളെന്നുള്ള നിലയിലല്ല സംസാരിക്കുന്നത്. ആ തിരിച്ചറിവിൽ മനസ്സിലാക്കിയത് എൻ്റെ പരാജയത്തിൻ്റെ വഴിവെട്ടിയിട്ടുള്ളത് എൻ്റെ ഫാമിലി അല്ല, എൻ്റെ സമൂഹമല്ല, എന്നെ പടച്ചിട്ടുള്ള യൂണിവേഴ്സൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ പടച്ചോനെന്ന് പറയുന്ന, അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഏതോ ഒരു ശക്തി എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ അയാളുമല്ല. എൻ്റെ പരാജയത്തിൻ്റെയും വിജയത്തിൻ്റെയും വഴിവെട്ടേണ്ട ആൾ ഞാൻ തന്നെയാണ്. ഞാനിന്ന് അനുഭവിച്ചു വന്നതെല്ലാം എൻ്റേതായ പ്രശ്നങ്ങളാണ് എന്ന് മനസ്സിലാക്കുന്നിടത്ത് എനിക്ക് സ്ഥിരമായി തൊഴിൽ വേണം. എൻ്റെ കാര്യങ്ങൾ നടത്താനെങ്കിലും ഞാൻ പണിക്ക് പോകണം. ഞാൻ മറ്റുള്ളവരുടെ അധ്വാനത്തെ മോഷ്ടിക്കരുത് എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നു. അങ്ങനെ പല പല തൊഴിലുകൾ പോകാൻ തുടങ്ങി. കുറച്ചും കൂടി സീരിയസായി നാടകത്തിലും അല്ലെങ്കിൽ അഭിനയത്തിലും ഒരു കൃത്യമായ ലക്ഷ്യം കണ്ണിൽ കാണാൻ തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് അതിന് വേണ്ട വഴികളും അതിന് വേണ്ട ആളുകളും അതിന് വേണ്ട കോളുകളും വരാൻ തുടങ്ങി. സംഗീത സ്റ്റുഡിയോയിൽ നിന്നാണ് എൻ്റെ ലൈഫ് ശരിക്കും മാറുന്നത്, സിനിമയെക്കുറിച്ചുള്ള പഠനം കൃത്യമാവുന്നത്. അതുവരെ സിനിമ എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് മാത്രമാണ്, ഞാൻ സ്ക്രീനിൽ കണ്ടിട്ടുള്ളത് മാത്രമാണ്. അതിൻ്റെ അകത്ത് എന്താണ്, ഷൂട്ടിങ്ങിൻ്റെ അകത്ത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഒരു 11 വയസ്സുള്ളപ്പോൾ ഞാൻ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. അത് മധുമോഹൻ സാറിൻ്റെ കാഴ്ചകൾ എന്ന് പറയുന്നൊരു സീരിയലിലാണ്. അതാണ് എൻ്റെ ഏറ്റവും ആദ്യം ക്യാമറയുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്ന ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ്. അത് കഴിഞ്ഞ് പിന്നെ സംഗീത സ്റ്റുഡിയോയിൽ ചെന്ന് ഫോട്ടോ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ഇത് സ്റ്റുഡിയോ ആണ്, ഇവിടെ ഇപ്പോൾ ഒരു ഓഫീസ് ബോയുടെ ആവശ്യമുണ്ട്, അതിന് നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിൽക്കാൻ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ സംവിധായകരും ഇവരൊക്കെ വരും, അപ്പോൾ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് ആ സമയത്ത് ചിലപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു അവിടുത്തെ അന്നത്തെ മാനേജർ. ഉറക്കമില്ല, വെളുപ്പിന് 3 മണിക്കും 4 മണിക്കും ഒക്കെ ചായ വാങ്ങിക്കാൻ പോകണം. അപ്പോൾ ഈ നടന്ന് ഈ തുട രണ്ടും മുരഞ്ഞിട്ട് ചോര ഒഴുകില്ല, പക്ഷെ ചോര പൊടിയാൻ തുടങ്ങി. ആ രീതിയിലുള്ള നടപ്പ്, അത്രയും അധ്വാനം ഇതിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നു. എന്നിട്ടും അവിടെ നിർത്തിപ്പോരാൻ തോന്നിയിട്ടില്ല. കാരണം പഠിക്കും തോറും പാഷൻ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് ഞാൻ സ്വപ്നം കണ്ടതിൽ എൻ്റെ ഇന്ന് താമസിക്കുന്ന വീടോ ഇന്ന് ഞാൻ ഓടിച്ചുകൊണ്ട് നടക്കുന്ന കാറോ ഈ ലൈഫൊന്നും അല്ല ഞാൻ സ്വപ്നം കണ്ടത്. ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത് എൻ്റെ പെർഫോമൻസുകളായിരുന്നു. ഞാൻ ഇതിനകത്ത് വരുന്നത് ഞാൻ നായകനാവുന്നു, അല്ലെങ്കിൽ ഞാനൊരു നല്ല നടനാകുന്നത് ആ സിനിമ എന്ന് പറയുന്ന അല്ലെങ്കിൽ അഭിനയം എന്ന് പറയുന്നതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്നപ്പോൾ എനിക്ക് അതിന് വേണ്ട കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. പിന്നെ അവിടെ നിന്ന് ഒരു ഘട്ടത്തിൽ നിന്ന് മാറി. പിന്നെ ലെനിൻ സാറിനെ വീണ്ടും കാണുക. ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ ലെനിൻ സാർ അവിടെ ഗസ്റ്റായിട്ട് വന്നു. പൂജ വെപ്പിന് ഗസ്റ്റായിട്ട് വന്നപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ഓടിപ്പടത്തിന് സാധനങ്ങളൊക്കെ ഒരുക്കാനും ഇതിനും വന്നപ്പോൾ സാറ് ചോദിച്ചു, നീ പോയില്ലേ എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു പോയിട്ട് 2-3 തവണ പോയിട്ട് പിന്നെയും വന്ന് ഇവിടെ ഇങ്ങനെ ഇപ്പോൾ ഓഫീസ് ബോയ് ആയിട്ട് ഒരു കൊല്ലമായി നിൽക്കണമെന്ന് പറഞ്ഞു. ഒരു രക്ഷയില്ല സാർ, ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ഇവിടെ നിന്നിട്ട് എനിക്ക് വേറെ ഒന്നും ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. സാറ് പറഞ്ഞ്, സാറ് നമ്പർ തന്നിട്ട് പറഞ്ഞു, നീ വിളിക്ക്, നമുക്ക് വേറെ വഴി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ജയറാവു നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്, അവിടെ ചെന്ന് ഈ സിനിമ അഭിനയം പഠിക്കുമെന്ന് പറഞ്ഞു. സാറാണ് അവിടെ ഫീസ് കാര്യങ്ങളൊക്കെ സംസാരിച്ച് എന്നെ അവിടെ ചേർത്തു. അങ്ങനെ തിയേറ്റർ ലാബിൽ ചെന്നപ്പോൾ കുറേയും കൂടി മാറ്റങ്ങൾ സംഭവിച്ചു. അങ്ങനെ അവിടെ ഓഡിഷൻ നടന്ന് സുബ്രഹ്മണ്യ ശിവ എന്ന് പറയുന്ന സംവിധായകൻ സെക്കൻഡ് ഹീറോ ആയിട്ട് ജോർജ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ടാണ് ഈ തിയേറ്റർ ലാബിൽ ഓഡിഷനിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഓഡിഷനിൽ ഏതാണ്ട് ഒരു 30ഓളം സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ഏറ്റവും ലാസ്റ്റാണ് പെർഫോം ചെയ്തത്. കാരണം ഞാനിങ്ങനെ നോക്കും, വെയിറ്റ് ചെയ്ത് ആ സ്പോട്ടിൽ ആലോചിച്ച് പുതിയൊരു സബ്ജക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കും. അപ്പോൾ അപ്പോഴത്തെ സാഹചര്യം എന്താണ്, ഇതുവരെ ചെയ്തു എന്തെല്ലാം വിഷയങ്ങളിൽ ചെയ്തു, അപ്പോൾ അതൊന്നും ആയിരിക്കരുതെന്നുള്ള ഒരു തിങ്കിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പെർഫോം ചെയ്യാൻ വന്നപ്പോൾ കറണ്ട് പോയപ്പോൾ എല്ലാവരും, ഇപ്പോൾ ഒരാളല്ലേ ഉള്ളൂ, അത് നമുക്ക് ചെയ്യാം, എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞാൽ ഇനി അവൻ മാത്രം ചെയ്യാതിരിക്കേണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും മൊബൈലിൽ ലൈറ്റ് ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് അതൊരു
ഒരു റെയിൽവേ സ്റ്റേഷൻ പോലെയൊക്കെ ഫീൽ ചെയ്തു. ഒരു സ്ട്രീറ്റോ റെയിൽവേ സ്റ്റേഷനോ അങ്ങനെയൊക്കെ ഫീൽ ചെയ്തപ്പോൾ ഞാനത് അപ്പോൾ ഇമ്പ്രവൈസ് ചെയ്തൊരു ക്യാരക്ടർ കാണിച്ചു. എന്തുകൊണ്ടോ അവിടെ ചെയ്ത ആ പെർഫോമൻസിൽ മൊത്തം ആംബിയൻസ് കൊണ്ടും ഞാനെടുത്ത സബ്ജക്റ്റ് കൊണ്ടും എൻ്റെ പെർഫോമൻസ് കൊണ്ടും കുറച്ച് അവരെ വണ്ടറാക്കിയിട്ടുള്ളത് ആ പെർഫോമൻസ് ആയിരുന്നു. എന്നേക്കാൾ നല്ല പെർഫോമൻസ് അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ടൈം എൻ്റെ ആയിരുന്നു. അവർക്ക് വണ്ടറാവാനുള്ളൊരു സാഹചര്യം യൂണിവേഴ്സൽ ഒരുക്കി തന്നത് എനിക്കാണ്. എനിക്ക് വേറെ ലൈറ്റിംഗ് കിട്ടി, എനിക്ക് വേറെ സൈലൻസ് കിട്ടി, എനിക്ക് വേറെ മ്യൂസിക് കിട്ടി, ബാക്ക്ഗ്രൗണ്ട് കിട്ടി. അതിനൊപ്പം തന്നെ അതിന് ചേരുന്നൊരു ക്യാരക്ടറിനെ കിട്ടി. കാലിങ്ങനെ പിടിച്ചിട്ട് ഒരു കുറച്ച് സൈക്കിക്കായിട്ടുള്ള ആൾ ഒറ്റയ്ക്ക് ഞൊണ്ടി വരുന്നതും അയാളുടെ തുപ്പലും അയാളുടെ പൊട്ടിത്തെറിയും പരിഹാസവും. അപ്പോൾ അതിനൊരു വേറൊരു ഫീൽ അവർക്ക് മൊത്തത്തിൽ കിട്ടിയപ്പോൾ അവിടെ ഞാൻ കാസ്റ്റ് ചെയ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ കൃത്യമായി ആഗ്രഹിക്കുകയും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ കൃത്യം ലക്ഷ്യമുണ്ടാവുകയും ആ ലക്ഷ്യത്തെ നമുക്ക് കാണാൻ കഴിയുകയും അബ്ദുൽ കലാം സാറ് പറഞ്ഞതുപോലെ നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സ്വപ്നത്തെ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും യൂണിവേഴ്സൽ നമുക്ക് അതിനുള്ള കാര്യങ്ങൾ ഒരുക്കിത്തരും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇതാണ്. അവിടെ ഈ 29 പേർക്കും കിട്ടാത്ത ലൈറ്റപ്പ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, സ്റ്റോറി, ഇത്തരവും സാധനം തന്നതുകൊണ്ടാണ് അന്ന് ആ സിനിമയിൽ ഞാൻ കാസ്റ്റ് ചെയ്യപ്പെട്ടത്. ആ സിനിമ പോയി ഷൂട്ടിംഗ് ആരംഭിച്ച് പകുതി മുക്കാലും കഴിഞ്ഞു. ഇതിൻ്റെ ഇടയിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായി. അങ്ങനെ ആ സിനിമ നിന്നുപോയി, മുഴുവനും ആയില്ല. അത് കഴിഞ്ഞ് പിന്നെ കുറേ നാൾ തിയേറ്റർ ലാബിൽ തന്നെ പോയി. ഇതിനിടയിൽ മദ്യപാനം വീണ്ടും കയറാൻ തുടങ്ങി. ഈ പറഞ്ഞ പോലെ എങ്ങും എത്തല്ല. 30 വയസ്സ് കഴിഞ്ഞു, പേടി തുടങ്ങി. ഇനി എന്താവും എന്നുള്ള ആദ്യം പേടിയൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ തിയേറ്റർ ലാബിൽ നിന്ന് ചില പ്രശ്നങ്ങൾ കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് വരുന്നു. പിന്നെ അവിടെ എൻ്റെ ബാച്ചിൽ പഠിച്ചു പോയ ആളുകളെല്ലാവരും കൂടി ആയ വട സുട്ട കഥയെന്ന് പറഞ്ഞിട്ട് ഒരു കോമഡി ഫിലിം ചെയ്തു. അത് പക്ഷേ ചെന്നൈയിലെ ഒരു 3-4 തിയേറ്ററേ അതിന് കിട്ടിയുള്ളൂ. അതും 2-3 ഷോയേ പോയുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് അതിനൊരു വളർച്ച ഉണ്ടായില്ല. അങ്ങനെ അത് പരാജയപ്പെട്ടു. മൂന്നാമത് കൊള്ളൈക്കാരൻ എന്ന് പറയുന്നൊരു സിനിമ, അതിനകത്തൊരു ഫ്രണ്ട് ക്യാരക്ടർ ചെയ്തു. അതും ഈ പറഞ്ഞതുപോലെ പകുതിക്ക് നിന്നുപോയി. 2 പടം നിന്നുപോവുകയും ഒരു പടം ഇറങ്ങിയിട്ട് ആരും കാണാതെ പോവുകയും ചെയ്ത് പരാജയപ്പെട്ട്. ഇപ്പോൾ ലക്ഷ്യം കിട്ടി, അഭിനയത്തിൻ്റെ വഴികൾ മനസ്സിലായി, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടി. പക്ഷേ എന്തോ ഭാഗ്യമില്ലായ്മ അല്ലെങ്കിൽ എന്തോ എന്നെ തടുത്തുകൊണ്ടേയിരുന്നു. ചെന്നൈയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരും, ഇവിടെ കിട്ടുന്ന പണികൾ ചെയ്യും. അന്ന് ഞാൻ അവസാനമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ചമ്പക്കര മാർക്കറ്റിൽ മീൻ വെട്ടുന്ന പരിപാടിയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ഒരു 5:45, 5:30 കയറി കഴിഞ്ഞാൽ ഒരു 10 മണിയാകുമ്പോൾ പണി തീരും. അത്യാവശ്യം നല്ല പൈസ കിട്ടും. എനിക്ക് എൻ്റെ കാര്യങ്ങൾ കാണാനും എന്തെങ്കിലും മാറ്റി വയ്ക്കാനൊക്കെ ഉള്ളതുണ്ട്. പിന്നെ ഓഡീഷന് പോകാൻ പറ്റും. അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് അങ്ങനെ കയറിയത്. അങ്ങനെ എല്ലാം വിട്ട് ഇനി സാധാരണ ലൈഫ്, എന്തെങ്കിലും തൊഴിൽ ചെയ്യുക, ഏതെങ്കിലും ആരെങ്കിലും പറ്റിക്കപ്പെട്ട് ഏതെങ്കിലും പെൺകുട്ടി വരികയാണെങ്കിൽ കല്യാണം കഴിച്ച് ഒരു സാധാരണ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുക എന്നൊക്കെ പറയുന്ന രീതിയോ, അല്ലെങ്കിൽ നാട് വിട്ടു പോകലോ, അല്ലെങ്കിൽ ഒരു രക്ഷയില്ലെങ്കിൽ ഈ പരിപാടി നിർത്തുക, അതായത് ലൈഫ് നമ്മൾ ജീവിക്കാൻ തന്നെ യോഗ്യനല്ല എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിലേക്കൊക്കെ വന്നു തുടങ്ങിയിരുന്നു. പക്ഷേ അവിടെയും പരാജയപ്പെടാൻ അല്ലെങ്കിൽ ഈ ഒളിച്ചോടാൻ മനസ്സ് കുറേ മനസ്സുകളുണ്ടല്ലോ, കുറേ ആലോചനകളുണ്ടല്ലോ. അതിലേതോ ഒരു ആലോചന എനിക്ക് ധൈര്യം തന്നുകൊണ്ടേയിരുന്നു. വരും നമുക്ക് പോവാം, മുന്നോട്ട് പോവാം, പോയി നോക്കാം എന്നുള്ള രീതിയിൽ പോകുമ്പോഴാണ് രാജീവ് രവി സാറിൻ്റെ ഓഡീഷൻ. സുജിത് ശങ്കർ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത്, വിജയകുമാർ ഏട്ടൻ, ഇവർ വഴി ഞങ്ങളൊരു നാടക ക്യാമ്പ്, ഒരു ഫെസ്റ്റിവൽ തൃപ്പൂണിത്തുറയിൽ നടന്നിരുന്നു. അപ്പോൾ ആ ഫെസ്റ്റിവലിൽ വെച്ച് ഇവരെ കാണുകയും ഇവരെന്നെ കണ്ടിട്ട് പറഞ്ഞു, വിനായകൻ ചേട്ടൻ്റെ ഒരു ഭാവമൊക്കെ ഉള്ള ആളുകളെ ഇങ്ങനെ കാസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു പടം രാജീവേട്ടൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ രാജീവേട്ടൻ്റെ ടേബിളിലേക്ക് എത്തി എൻ്റെ ഫയല്.
അവിടെ നിന്ന് എന്താ പറയുക കുറേ തവണ 2, 3, 4 തവണയൊക്കെ മാസങ്ങളോളം പോയി വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. പോകുമ്പോൾ ഒരുപാട് പഠനത്തിലാണ് പോകുന്നത്. വരുമ്പോൾ എന്തപ്പോൾ അവിടെ നടന്നത് എന്നുള്ളൊരു അവസ്ഥയിൽ തിരിച്ചു വരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ കൂടുതലും ഓഡീഷനുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള ചെന്നൈയിലാണ്. അവിടെ നമ്മൾ പെർഫോം ചെയ്ത് കാണിക്കണം. ഇപ്പോൾ കർണനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലുമൊക്കെ ക്യാരക്ടർ ചെയ്ത് കാണിക്കണം. ഞാൻ ബസ് ഇറങ്ങി ഓഫീസിലേക്ക്, രാജീവേട്ടൻ്റെ ഓഫീസിലേക്ക് നടന്നു പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ പല പല ക്യാരക്ടേഴ്സിനൊക്കെ ഓർത്ത് ഡയലോഗൊക്കെ പഠിച്ച് പോകും. അവിടെ ചെല്ലുമ്പോൾ രാജീവേട്ടൻ ചോദിക്കുന്നത് സൊസൈറ്റിയിലെ കാര്യങ്ങളും കുടുംബത്തിലെ കാര്യങ്ങളും, മാർക്കറ്റിൽ ഇപ്പം എന്താണ് അവസ്ഥ, മീൻ ഇപ്പം ഏതാണ് നല്ലത്, ഇപ്പോൾ ചാള മുട്ട ടൈമാണോ, ചാളയ്ക്ക് ഇപ്പം എന്ത് വിലയുണ്ട്, നെയ്യുള്ള ചാളയാണോ, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഈ പുള്ളി എന്നെ വെച്ച് മീൻ കച്ചവടം തുടങ്ങാനുള്ള പരിപാടിയാണോ? അഭിനയത്തെക്കുറിച്ച് ഒന്നും എന്നോട് ചോദിക്കുന്നില്ല. അപ്പോൾ ഞാൻ പങ്കെടുത്ത ഏറ്റവും മികച്ചൊരു ഓഡീഷനായിരുന്നു എന്നുള്ളത് അന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു. അതായത് മണികണ്ഠൻ എന്ന് പറയുന്ന വ്യക്തി എന്താണ് എന്ന് പഠിക്കുക എന്നുള്ളതായിരുന്നു ആ ഓഡീഷൻ്റെ ഉദ്ദേശം. ഞാൻ എങ്ങനെയാണ് നടക്കുന്നത്, ഞാൻ എങ്ങനെ സംസാരിക്കുന്നത്, ഞാൻ എങ്ങനെ ഒരു വിഷയത്തെ എടുക്കുന്നത്, എൻ്റെ തെറ്റ് ശരികൾ എന്താണ്, ഇതും കമ്മട്ടിപ്പാടം ബാലനുമായിട്ട് എങ്ങനെ ചേരും, എന്താണ് എൻ്റെ ആക്ടർ എന്നൊക്കെ പഠിക്കുന്ന ഒരു പരിപാടികളായിരുന്നു അവിടെ നടന്നിരുന്നതെന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ സുജിത്ത് വന്ന് എന്നെ ഒരു ഇത് ചെയ്തിട്ട് എന്താ പറയുക, അത് ഓക്കെ ആയി. അങ്ങനെ കമ്മട്ടിപ്പാടം ബാലൻ എന്ന് പറയുന്ന ക്യാരക്ടർ എന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കുകയും അത് 100% ആത്മാർത്ഥതയോടെ അത് ചെയ്യുകയും അതിൽ തിയേറ്ററിൽ വന്നിട്ട് പ്രേക്ഷകർ അതിന് റിസൾട്ട് തരട്ടെ, ഞാനായിട്ട് അതിനൊരു റിസൾട്ട് ചോദിക്കുന്നില്ല, അതിനെ ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. എനിക്ക് കഴിഞ്ഞ 3 പടങ്ങളുടെ അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ആയിരുന്നു. അതിൻ്റെ ഞാൻ ദുൽഖറിനെ കണ്ടു, വിനായകൻ ചേട്ടനെ കണ്ടു, അല്ലെങ്കിൽ ദുൽഖറിനെ കെട്ടിപ്പിടിച്ചു, ആ എക്സൈറ്റ്മെൻറ്റുകളൊന്നും തന്നെ ഇല്ലാതെ ഞാനേതോ ഒരു 10-20 സിനിമകളിൽ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറുടെ മനോഭാവം എനിക്ക് ഈ യൂണിവേഴ്സിൽ ഉണ്ടാക്കി തന്നു. എന്നെ നേരിട്ട് എനിക്ക് ഈ കമ്മട്ടിപ്പാടം കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഇങ്ങനെ ഒന്ന് സംസാരിക്കാനുള്ള വിഷയമേ ഉണ്ടാവില്ല. അപ്പോൾ കഷ്ടപ്പാട് എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളെല്ലാം പിന്നീട് നമുക്കത് ഇഷ്ടപ്പെടാൻ പറ്റുന്ന അവസ്ഥകളാവും, ദിവസങ്ങളാവും. അപ്പോൾ ഞാൻ ഒന്നും കഷ്ടപ്പെട്ടതല്ല, ഞാൻ അതൊക്കെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ അനുഭവിച്ചത് കൊണ്ടാണ് എനിക്കിന്ന് ഈ ലൈഫിൽ എത്തിച്ചേരാൻ കഴിഞ്ഞത്. ഇതിൽ നിന്നും ഒരു വാക്ക്, ചിലപ്പോൾ ഏതെങ്കിലും ഒരു വാക്കായിരിക്കും നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്നത്. ഉറപ്പാണ് അത് ഇൻസ്പയർ ചെയ്യും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം ഞാൻ ഹൃദയത്തിൽ നിന്നെടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, എന്താവണമെങ്കിലും നമ്മൾ കൊടുത്താലേ കിട്ടുള്ളൂ എന്ന് പറയുന്നൊരു കാര്യം മനസ്സിലാക്കുക. പിന്നെ കിട്ടിക്കഴിഞ്ഞാൽ അതിനോട് ഉത്തരവാദിത്വവും സത്യസന്ധതയും ഈ പാഷനും കുറയാതെ നോക്കുക. സമയം വളരെ വിലപ്പെട്ടതാണ്. സമയത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. വെറും കലയെ മാത്രമല്ല സ്നേഹിക്കുന്നത്, അല്ലേ? ഇപ്പോൾ ആക്ടർ എന്നുള്ള നിലയിൽ ഞാൻ പറയാം, കലയെ മാത്രമാണെങ്കിൽ നമുക്ക് നാടകം കളിക്കാം, തെരുവ് നാടകം കളിക്കാം, ഇപ്പോൾ മൊബൈലിൽ പല മാർഗങ്ങളുണ്ട്. പക്ഷെ സിനിമയിലെത്തുക എന്ന് പറയുന്നത് ഇതിൻ്റെ സാലറി, ഇതിൻ്റെ എന്താ പറയുക, ആളുകൾ തിരിച്ചറിയുന്ന പ്രശസ്തി പരിപാടിയൊക്കെ അല്ലേ. അപ്പോൾ അതിന് നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ? അത് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഒരു ഉത്തരവാദിത്വമല്ലേ. അപ്പോൾ ആ ഉത്തരവാദിത്തങ്ങളൊക്കെ റെസ്പോൺസിബിലിറ്റികൾ ഏറ്റെടുക്കാൻ തയ്യാറാവുക എന്നൊക്കെ ഉള്ളതാണ് എൻ്റെ ജീവിതാനുഭവം കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് കഴിവുണ്ടായിട്ടും ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ജോലി ലഭിക്കുന്നില്ലേ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. പ്രതിമാസം 58 രൂപ മാത്രം ചെലവാക്കിയാൽ ഡെയിലി ഗ്രാമർ ആൻഡ് വൊക്കാബുലറി ലെസൺസോട് കൂടിയ അൺലിമിറ്റഡ് ആക്സസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അത് മാത്രമല്ല, നിങ്ങളെ പോലുള്ള ലക്ഷക്കണക്കിന് ഇംഗ്ലീഷ് ലേണേഴ്സുമായി സംസാരിച്ചുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ തന്നെ പിൻഡ് കമന്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ.